പാലക്കാട് വല്ലപ്പുഴയിൽ കാണാതായ 15-കാരിയെ 5 ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ കണ്ടെത്താനായില്ല. ഡിസംബർ 3-ന് രാവിലെ ചൂരൽക്കാട്ടിലെ വീട്ടിൽ നിന്നും ട്യൂഷൻ സെന്ററിൽ പോയ ചൂരൽക്കാട്ടിൽ അബ്ദുറഹീമിന്റെ മകൾ ഷഹ്ന ഷെറിൻ വീട്ടിലേക്ക് തിരിച്ചെത്താത്തതിനെ തുടർന്ന് പോലീസ് പരാതിപ്പെടുകയായിരുന്നു. അതിനുശേഷം ചൂരൽക്കാട് അബ്ദുറഹീമിന്റെ മകൾ ഷഹാന ഷെറിനെ കണ്ടെത്താൻ വേണ്ടി 36 പോലീസുകൾ 5 ടീമായി തിരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു ഫലവും തന്നെ ഉണ്ടായില്ല. ഒരുപാട് ദുരൂഹതകളാണ് ഈ കേസിൽ നിറഞ്ഞിരിക്കുന്നത്. ഷെബിന ഷെറിൻ എവിടെ പോയി, കുട്ടിക്ക് പിന്നെ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇപ്പോഴും യാതൊരു വ്യക്തതയും ഉണ്ടായിട്ടില്ല. രാവിലെ ട്യൂഷൻ ക്ലാസ്സിലെത്തിയ ഷഹ്ന ഷെറിൻ 9 മണിയോടെ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി കൂട്ടുകാരികളോട് തന്റെ കുടുംബ വീട്ടിൽ പുസ്തകമെടുക്കാൻ പോവുകയാണ് എന്ന വ്യാജേനയാണ് പുറപ്പെട്ടത്. കൂട്ടുകാരികളുടെ മുമ്പിൽ വെച്ച് തന്നെ വസ്ത്രം മാറുകയും ചെയ്തു. കുട്ടിയെ കാണാത്തതിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ഷെബിന ഷെറിൻ എന്ന് തോന്നിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രം പോലീസ് കണ്ടെത്തുകയും CCTVയിൽ പതിഞ്ഞ ആ ചിത്രത്തിൽ കുട്ടിയുടെ മുഖം മറച്ചതിനാൽ തന്നെ കുട്ടി ഷെബിന ഷെറിൻ ആണോ എന്ന കാര്യത്തിൽ പോലീസ് കൃത്യമായ വ്യക്തതയിൽ എത്തിയിട്ടില്ല. ആ ചിത്രങ്ങൾ വെച്ചുള്ള അന്വേഷണത്തിൽ യാതൊരു ഫലവും പിന്നീട് ഉണ്ടായിട്ടില്ല. 5 ദിവസം കഴിഞ്ഞിട്ടും ഷെബിന ഷെറിനെ കാണാത്തതിനാൽ ഷഹ്നയുടെ കുടുംബം വലിയ പ്രയാസത്തിലൂടെയാണ് കടന്നുപോകുന്നത്. യാതൊരു തെളിവുകളും അവശേഷിക്കാതെ അങ്ങനെ പെട്ടെന്ന് കാണാതാകുന്നതിൽ ഒരുപാട് ദുരൂഹതകളാണ് ഈ കേസിൽ നിറഞ്ഞിരിക്കുന്നത്. ഈ 15 വയസ്സുകാരി ഷഹ്ന ഷെറിനെ ആരെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് വെച്ച് കാണുകയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. കൂട്ടുകാരികളോട് കുടുംബ വീട്ടിൽ പുസ്തകമെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു പോയ ഷെബിന ഷെറിൻ സമയം കഴിഞ്ഞിട്ടും സ്കൂളിലേക്ക് എത്താത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ വീട്ടിലേക്ക് വിളിച്ച് കാര്യം അന്വേഷിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷെബിന ഷെറിൻ കാണാതായ വിവരം വീട്ടുകാരും നാട്ടുകാരുമെല്ലാം അറിയുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകി പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തിയിട്ടും 5 ദിവസം പിന്നിട്ടിട്ടും ഷഹ്ന ഷെറിനെ കുറിച്ച് യാതൊരു തെളിവും ലഭിച്ചില്ല. ഷഹ്ന ഷെറിൻ എന്ന കുട്ടിയെ എത്രയും പെട്ടെന്ന്